എല്ലാവർക്കുമുള്ള ഒരു തരത്തിലുള്ള അർത്ഥങ്ങൾ കൈവശമുള്ള ഒരു വാക്യമാണ് വിജയം. ചിലരെ സംബന്ധിച്ച് ഇതെല്ലാം സാമ്പത്തിക സമ്പത്തും ഫാൻസി മേക്കപ്പ് സാധനങ്ങൾ വാങ്ങാനുള്ള കഴിവുമായിരുന്നു. മറ്റു ചിലർക്ക് വിജയം നല്ല സുഹൃത്തുക്കളുമായും കുടുംബമായും ചുറ്റിക്കറങ്ങാനും സന്തോഷമായിരിക്കാനും അർത്ഥമാക്കുന്നു. എന്നാൽ വേറെ ചിലർ അവാർഡുകൾ നേടുന്നതോ അവരുടെ കമ്മ്യൂണിറ്റിയിൽ ആഘോഷിക്കുന്നതോ ആയ അംഗീകാരത്തിലാണ് ചിലർ വിജയം കാണുന്നത്. നിങ്ങൾക്കെന്ത് വിജയം വേണമെന്നും നിങ്ങൾ എന്താണെന്ന് കണ്ടെത്താനുള്ള യാത്ര ആരംഭിക്കുമ്പോൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ആക്ഷൻ എടുക്കും? വിജയത്തിലേക്കുള്ള പാതയിൽ ചിലപ്പോൾ വെല്ലുവിളിയും ആശയക്കുഴപ്പവും അനുഭവിക്കേണ്ടി വരും. പക്ഷേ അത് നിങ്ങളുടെ വിജയത്തിന് ഏറ്റവും കൂടിയ വളമാണ് തരുന്നത്. നിങ്ങളുടെ വിജയം എളുപ്പമാക്കാൻ സഹായിക്കുന്ന 3 കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. വ്യക്തമായ ഉദ്ദേശങ്ങൾ തയ്യാറാക്കി നിങ്ങളുടെ വിജയം മനസ്സിലാക്കുക. വിജയം നേടുന്നതിനുള്ള ആദ്യപടി നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ എവിടെയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കണ്ടെത്തുക എന്നതാണ്. വിജയം എല്ലാവർക്കും വ്യത്യസ്തമാണ്. നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കുറച്ച് സമയമെടുക്കുക. നിങ്ങൾ എന്താണ് നേടാൻ ആഗ്രഹിക്കുന്നത്, അവിടേക്ക് നിങ്ങൾ എങ്ങനെ എത്തും, അതിനായി നിങ്ങൾ എന്തൊക്കെ മേടിക്കണം, ആരെയൊക്കെ കാണണം, ആരെയൊക്കെ വിളിക്കണം, ഇതെല്ലാം ഒരു ലക്ഷ്യമുണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരും. അത് എഴുതി വെക്കുക. ഒരു കാര്യം എപ്പോഴും ഓർത്തോളൂ, ഈ ലോകത്ത് ആരും ഒറ്റയ്ക്ക് ജയിക്കുന്നില്ല. അവരെ സഹായിക്കാൻ ഉറപ്പായും ഒരാൾ ഉണ്ടാകും. ചോദിക്കാൻ മടിയില്ലാത്തവരെ എവിടെയും ജയിച്ചിട്ടുള്ളൂ. വെല്ലുവിളികൾ നേരിടുന്ന ഒരു മനസ്സിനെ വളർത്തുക. നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലെ ആളാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് വെല്ലുവിളികൾ നേരിടാൻ സാധിക്കും. ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ പല അവസരങ്ങൾ നിങ്ങളുടെ മുന്നിൽ തെളിയും. വെല്ലുവിളികൾ നേരിടുന്ന ഒരു മനസ്സുള്ള ആളുകൾ വിജയിക്കാനും തിരിച്ചടിയിൽ നിന്ന് വേഗം പുറത്തു കടക്കാനും അവർക്കറിയാം. ഈ മാനസികാവസ്ഥ എങ്ങനെ വികസിപ്പിക്കാമെന്ന് നിങ്ങളിപ്പോൾ ചിന്തിച്ചേക്കാം. അതിനൊരു വഴിയേ ഉള്ളൂ. നിങ്ങൾ തോൽവിയെക്കുറിച്ചും വിജയത്തെക്കുറിച്ചും മറക്കുക. പകരം ഇടുന്ന എഫേർട്സിനെ ഫോക്കസ് ചെയ്യണം. നിങ്ങൾ വിജയിച്ചാൽ ആ എഫേർട്ട് ഈസിയാണെന്ന് നിങ്ങൾ ചിന്തിക്കണം. മറിച്ച് നിങ്ങൾ തോറ്റാൽ ആ എഫേർട്ട് ഈസിയാക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ സമയത്തിന് മുൻഗണന നൽകുക. നിങ്ങൾക്ക് സ്വന്തമായുള്ള ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് സമയം. സമയത്തെ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിക്കില്ല. സമയത്തിനോടൊപ്പം യാത്ര ചെയ്യാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. ആ യാത്രയിൽ നിങ്ങൾ ലക്ഷ്യത്തിലേക്കുള്ള വഴി വെട്ടിക്കൊണ്ടേയിരിക്കണം. സമയം നന്നായി കൈകാര്യം ചെയ്യുന്നത് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള ദൂരം കുറയ്ക്കും. നിങ്ങളുടെ സമയം എങ്ങനെ ചെലവഴിക്കുന്നു, എവിടെ ചെലവഴിക്കുന്നു എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കൂ. ഇന്നത്തെ ദിവസം എവിടെയെല്ലാം സമയം ചെലവഴിച്ച് ഒന്ന് എഴുതി തയ്യാറാക്കി നോക്കൂ. ഉത്തരം കിട്ടും. അനാവശ്യമായി സമയം എവിടെ കളയുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ സമയത്തെ ഉപയോഗിക്കാനുള്ള കളി നിങ്ങൾ മനസ്സിലാക്കുന്നു. അവിടെ നിന്നും നോക്കുമ്പോൾ വിജയിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്ത് സംഭവിച്ചാലും നിങ്ങൾ വിജയിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുക. എന്നിട്ട് ജയിക്കാൻ വേണ്ടി പണിയെടുക്കുക. നിങ്ങളുടെ കയ്യിൽ വിജയത്തിൻ്റെ താക്കോൽ വരുന്നത് നിങ്ങൾക്ക് കാണാം.